CPM സംഘടനാ റിപ്പോർട്ടിൽ ആശങ്കകൾ പാർട്ടി പങ്കുവച്ചിട്ടുണ്ട്. കാരണം BJPയിലേക്ക് CPM വോട്ട് ചോരുന്നു എന്നുള്ള ഭയം സംഘടനാ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. CPM ശക്തി കേന്ദ്രങ്ങളിൽ നിന്നടക്കം BJPയിലേക്ക് വോട്ട് ചോരുന്നതായാണ് റിപ്പോർട്ടിലുള്ളത്. സംസ്ഥാന സമ്മേളനത്തിൽ MV ഗോവിന്ദൻ അവതരിപ്പിക്കുന്ന സംഘടനാ റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. വോട്ട് ചോർച്ച ഗൗരവത്തോടെ കാണണം എന്നുള്ള പരാമർശം കൂടി ആ റിപ്പോർട്ടിലുണ്ട്. മനോജ് വിവരങ്ങളുമായി ചേരുന്നു. മനോജ്, ഇതിനു മുൻപും BJPയുടെ സംസ്ഥാനത്തെ വളർച്ച വളരെ ആശങ്കയോടെ CPM നോക്കിക്കാണുന്നു എന്ന് പലവിധ റിപ്പോർട്ടുകളിലൂടെ നമ്മൾക്ക് മുന്നിൽ എത്തിയിരുന്നതാണ്. ഇപ്പോൾ സംഘടനാ റിപ്പോർട്ടിൽ വ്യക്തമായി എഴുതിയിട്ടുമുണ്ടല്ലേ? തീർച്ചയായും മനു, എന്തായാലും സംസ്ഥാന സമ്മേളനത്തിന്റെ ആരംഭം കുറിച്ചുകൊണ്ട് ഇപ്പോൾ രാവിലെ പ്രതിനിധി സമ്മേളനത്തിലാണ്. ഇവിടേക്ക് കൂടുതൽ പ്രതിനിധികളൊക്കെ എത്തിയിട്ടുണ്ട്. 530 പ്രതിനിധികൾ പങ്കെടുക്കുന്ന പ്രതിനിധി സമ്മേളനമാണ് അല്പസമയത്തിനകം ആരംഭിക്കുക. ഈ സമ്മേളനത്തിലാണ് ഇത്തരത്തിൽ ഈ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിക്കുക. എന്തായാലും അതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി അവതരിപ്പിക്കുന്ന നയരേഖയുമുണ്ട്. അതൊക്കെ തന്നെ ഈ സമ്മേളനത്തിന്റെ ഭാഗമാകുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ BJPയുടെ വളർച്ചയെ സംബന്ധിച്ച് വലിയ ചർച്ചയാണുണ്ടാകുക. അതായത് ഈ തിരഞ്ഞെടുപ്പുകളിലൊക്കെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേരിട്ട തോൽവി, അതോടൊപ്പം തന്നെ അതിനുശേഷമുള്ള ഉപതെരഞ്ഞെടുപ്പുകളിലെ ക്ഷീണം, ഇതൊക്കെ തന്നെ ചർച്ചയാകുന്ന സമയത്താണ് BJPയെ സംബന്ധിച്ച വലിയൊരു ചർച്ച ഈ സംഘടനാ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നത്. അതായത് MV ഗോവിന്ദൻ അവതരിപ്പിക്കുന്ന സംഘടനാ റിപ്പോർട്ടിലാണ് പരാമർശം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതായത് BJPയുടെ വലിയൊരു ആശങ്ക തന്നെയാണ് CPMൽ നിലനിൽക്കുന്നത് എന്നുള്ളത്. കാരണം പലയിടത്തും വോട്ട് ചോർച്ച ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഈ CPMന്റെ ശക്തി നിന്നടക്കം ഇത്തരത്തിലുള്ള വോട്ട് ചോർച്ചകളുണ്ട് പരിഹരിക്കപ്പെടണം, അല്ലെങ്കിൽ അത് ഗുരുതരമായി തന്നെ നോക്കിക്കാണേണ്ട കാര്യമാണ് എന്നുള്ള ആ ഒരു കാര്യം തന്നെയാണ് പ്രതിനിധികളോട് ഈ സംഘടനാ റിപ്പോർട്ട് വഴി പറയുന്നത്. അതോടൊപ്പം തന്നെ ഇക്കാര്യം പ്രധാനമായും, അതായത് ഗൗരവമായി എടുത്തില്ലെങ്കിൽ അത് കനത്ത തിരിച്ചടി ഉണ്ടായേക്കും എന്നുള്ള കാര്യവും ഈ സംഘടനാ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കുന്നുണ്ട്. എന്തായാലും ഇന്ന് അവതരിപ്പിക്കുന്ന റിപ്പോർട്ടിലാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഈ പ്രതിനിധി സമ്മേളനം ആരംഭിക്കും. അതിനു മുമ്പായി തന്നെ ഈ ടൗൺ ഹാൾ പരിസരത്ത് പതാക ഉയർത്തും. അതിനുശേഷമായിരിക്കും ഓരോ കാര്യക്രമങ്ങളായി നടക്കുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച് കൂടുതൽ നേതാക്കൾ, അതായത് പ്രായപരിധിയുമായി ബന്ധപ്പെട്ട് പലരും ഒഴിവാക്കപ്പെടും എന്നുള്ള കാര്യം നേരത്തെ തന്നെ സൂചിപ്പിച്ചതാണ്. 75 വയസ്സാണ് പ്രായപരിധി നിശ്ചയിച്ചിട്ടുള്ളത്. കഴിഞ്ഞ എറണാകുളം സമ്മേളനം മുതലാണ് ഇത്തരത്തിൽ 75 വയസ്സ് പ്രായപരിധി എന്നുള്ളത് കൊണ്ടുവരുന്നത്. അങ്ങനെ ഇത്തവണ ഈ ഒരു സമ്മേളനത്തിൽ അങ്ങനെയാണെങ്കിൽ 3 നേതാക്കൾ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്നും ഒഴിവാകേണ്ടി വരും എന്നുള്ളത് തന്നെയാണ്. അതോടൊപ്പം തന്നെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും പലരും ഒഴിവാകേണ്ടി വരും. അവിടേക്ക് പുതുമുഖങ്ങൾ എത്തുമെന്നുള്ള കാര്യമാണ് സൂചിപ്പിച്ചത്. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വോട്ട് ചോർച്ച എന്നുള്ള കാര്യം അത് കൂടുതലായും ചർച്ചയ്ക്കെടുക്കുന്നു. അത് പ്രധാനമായും ചർച്ചയിലേക്ക് വരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സംഘടനാ റിപ്പോർട്ടിൽ ഇക്കാര്യം ഉൾപ്പെടുത്തണമെങ്കിൽ CPMനെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു ക്ഷീണം ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം BJPയുടെ വളർച്ച എന്ന് പറയുന്നത് കഴിഞ്ഞ മനസ്സിലാകും. ഓരോ തെരഞ്ഞെടുപ്പിലും വലിയ വോട്ട് വർധനവ് ഉണ്ടായിട്ടുണ്ട്, ഓരോ മേഖലയിലും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തൃശ്ശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയം ഉൾപ്പെടെ ഈ ഒരു റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു എന്നുള്ള കാര്യമാണ്. ആ വിവരങ്ങളാണ് ലഭിച്ചിട്ടുള്ളത്. കാരണം തൃശ്ശൂരിലേറ്റ തിരിച്ചടി അത് വലുതായി തന്നെ CPM കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് ഇടങ്ങളിൽ വോട്ട് കുറയുന്നത് അത് കാര്യമായി ശ്രദ്ധിച്ചില്ലെങ്കിൽ വലിയ തിരിച്ചടിയായിരിക്കും ഇനി ഉള്ള തിരഞ്ഞെടുപ്പുകൾ ഉണ്ടാവുക എന്നുള്ളതാണ്. അതായത് ഇനി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകൾക്ക് കൂടെയുള്ള പ്രവർത്തനങ്ങളുടെ കൂടെ ഒരു തുടക്കമാണ് ഈ ഒരു സമ്മേളനത്തോടു കൂടി ആരംഭിക്കുന്നത്. കാരണം കാര്യമായി പ്രവർത്തിച്ചില്ലെങ്കിൽ ഇനിയും അത് ഇത്തരത്തിലുള്ള തോൽവിയിലേക്ക് പോകുമെന്നുള്ളത് തന്നെയാണ് CPM മനസ്സിലാക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് BJP ഒരു നിർണായക ശക്തിയായി കേരളത്തിൽ വളരുന്നുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് ഈ ഒരു സംഘടനാ റിപ്പോർട്ടിൽ CPM നേതാക്കളും മന്ത്രിമാരും മുൻ മന്ത്രിമാരും അടക്കമുള്ളവരൊക്കെ ഈ പ്രതിനിധി സമ്മേളനത്തിലേക്ക് എത്തുന്ന കാഴ്ചകൾ തത്സമയം മനോജ് നമ്മളിലേക്ക് എത്തിക്കുന്നുണ്ട്. ഇതിന് മുന്നോടിയായിട്ട് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുമെന്ന് പറഞ്ഞിരുന്നു. ടൗൺ ഹാളിൽ നടക്കുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രി അടക്കമുള്ളവരെ പ്രതീക്ഷിക്കുന്നുമുണ്ട്. അത് ആരംഭിച്ചുവോ? തീർച്ചയായും അത് രാവിലെ മുതൽ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി സംസ്ഥാന
അംഗങ്ങൾ നേരത്തെ തന്നെ ഇവിടേക്ക് എത്തിയിരുന്നു. എന്തായാലും ഈ പ്രതിനിധി സമ്മേളനത്തിന് മുന്നോടിയായാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ്, അത് സ്വാഭാവികമായും എല്ലാ സമ്മേളനങ്ങൾക്കും നടക്കുന്നത് തന്നെയാണ്. ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേർന്നതിന് ശേഷം പ്രതിനിധി സമ്മേളനത്തിന്റെ ഓരോ നടപടികളായി ആരംഭിക്കും. എന്തായാലും ആ നടപടിക്രമങ്ങളിലേക്കാണ് പോകുന്നത് ഇനി. അതായത് ഇനി പുഷ്പാർച്ചനയുണ്ടാകും. അതിനുശേഷം ഈ പതാക ഉയർത്തിയതിനു ശേഷമാകും ഈ പ്രതിനിധികൾ ഈ ഹാളിലേക്ക് കയറിയ ശേഷം പ്രതിനിധി സമ്മേളനം ആരംഭിക്കുക. കോർഡിനേറ്റർ പ്രകാശ് കാരാട്ടാണ് ഈ ഒരു പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുക. ഈ പ്രതിനിധി സമ്മേളനത്തിലാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, അതായത് റിപ്പോർട്ട് അവതരിപ്പിക്കുക. ഈ സംഘടനാ റിപ്പോർട്ടും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി ഇന്ന് വൈകുന്നേരം നയരേഖ അവതരിപ്പിക്കുമെന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ചേർന്ന ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രിയുടെ നയരേഖയ്ക്ക് അംഗീകാരം നൽകിയിരുന്നു. എന്തായാലും ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ മുഖ്യമന്ത്രി ആ നയരേഖ അവതരിപ്പിക്കും. പക്ഷേ അതിൽ മറ്റൊരു കാര്യം, കഴിഞ്ഞ തവണ നടന്ന സമ്മേളനം, അതായത് എറണാകുളത്ത് നടന്ന സമ്മേളനത്തിൽ ഈ നവകേരളത്തിന്റെ കാഴ്ചപ്പാട് എന്നുള്ള രീതിയിൽ ഒരു നയരേഖ കൊണ്ടുവന്നിരുന്നു. എന്നാൽ ആ നയരേഖയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ പ്രാവർത്തികമായോ എന്നുള്ളത് പരിശോധിക്കുകയും ചെയ്യും. കാരണം പല ജില്ലാ സമ്മേളനങ്ങളിലും ഈ ഒരു വിമർശനം ഉയർന്നിരുന്നു. ഈ നയരേഖയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ പലതും, അതായത് പരമ്പരാഗത വ്യവസായത്തെ സംബന്ധിച്ചായാലും അത്തരത്തിലുള്ള പല കാര്യങ്ങളും പിന്നീട് പ്രാവർത്തികമായില്ല എന്നുള്ള വിമർശനം ഉയർന്നിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ പരമ്പരാഗത വ്യവസായങ്ങളുടെയൊക്കെ നട്ടെല്ലൊടിഞ്ഞു, അത് സംസ്ഥാന സർക്കാർ കണ്ടില്ലേ എന്നുള്ള വിമർശനമാണ് പല ഭാഗത്തു നിന്നും ഉയർന്നു വന്നത്. അതേസമയം തന്നെ ഒരു നയം മാറ്റം നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം കഴിഞ്ഞ സമ്മേളനത്തിലടക്കം വന്നിരുന്നത്, അതായത് സ്വകാര്യ കളുടെ ഉൾപ്പെടെ കാര്യങ്ങൾ കഴിഞ്ഞ സമ്മേളനത്തിലാണ് ഇത്തരത്തിലൊരു നയം മാറ്റത്തിലൂടെ ഈ എതിർത്തിരുന്ന കാര്യങ്ങളൊക്കെ പാർട്ടി അംഗീകരിച്ച് അല്ലെങ്കിൽ അത് നടപ്പാക്കി തുടങ്ങിയത്. എന്തായാലും ഇനി ഈ ഒരു സമ്മേളനത്തിലും നമുക്കത് പ്രതീക്ഷിക്കാം. പല കാര്യങ്ങളിലും മാറ്റം വരുത്തിയില്ലെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു നയമാറ്റം ഉണ്ടായില്ലെങ്കിൽ CPM-നെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ മുന്നോട്ട് പോവുക എന്നുള്ളത്, അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പുകളിൽ വിജയിക്കുക എന്നുള്ളത്, അത് വലിയ കടക്കാൻ പറ്റാത്ത കടമ്പ തന്നെയാകുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതോടൊപ്പം മനോജ്, ഈ പാർട്ടി സംസ്ഥാന സമ്മേളനം നടക്കുന്ന ഇടത്ത് സ്ഥലം MLA ആ ജില്ലയിൽ പോലും ഇല്ല എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. MLA മുകേഷിൻ്റെ അസാന്നിധ്യം അവിടെ സജീവ ചർച്ചയാകുന്നു എന്നും അറിയുന്നുണ്ട്. അപ്രഖ്യാപിത വിലക്ക് തന്നെയാണോ MLA-ക്ക്? തീർച്ചയായും അത് ഇപ്പോൾ മുതലല്ല, അതായത് സമ്മേളനത്തോടനുബന്ധിച്ച് നടന്ന പരിപാടികളിലെങ്ങും തന്നെ മുകേഷിൻ്റെ സാന്നിധ്യം ഇല്ലായിരുന്നു എന്നുള്ളതാണ്. കാരണം ഈ ലൈംഗിക പീഡന കേസിൽ കുറ്റപത്രം സമർപ്പിച്ചതോടുകൂടി തന്നെ പാർട്ടി ഒരു അപ്രഖ്യാപിത വിലക്ക് ഏർപ്പെടുത്തി എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. പാർട്ടി MLA കൂടിയാണ് അദ്ദേഹം. ഈ ജില്ലയിൽ ഈ ഇത്തരത്തിൽ സംസ്ഥാന സമ്മേളനം, പ്രധാനപ്പെട്ട ഒരു സമ്മേളനം നടക്കുന്ന സമയത്ത് അതിൻ്റെ അനുബന്ധ പരിപാടികൾ പോലും പങ്കെടുക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അദ്ദേഹം ഇന്ന് കൊല്ലം ജില്ലയിലെ ഇല്ല എന്നുള്ള കാര്യമാണ് പുറത്തു വരുന്നത്. എന്തായാലും അദ്ദേഹത്തിനെതിരെയുള്ള ഈ മുകേഷിനെതിരെയുള്ള നടപടി അത് പാർട്ടി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചില്ലെങ്കിലും മറ്റ് പരിപാടികളിലൊന്നും അദ്ദേഹത്തിന്റെ സാന്നിധ്യം ആഗ്രഹിക്കുന്നില്ല, പാർട്ടി ആഗ്രഹിക്കുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് വിവരങ്ങൾ, അതായത് ഈ മുകേഷ് MLA-യുടെ കാര്യങ്ങൾ നേരത്തെ തന്നെ CPM നേതാക്കളോട് ചോദിക്കുമ്പോൾ അവർക്കൊന്നും തന്നെ വലിയ താല്പര്യമില്ലാത്ത രീതിയിലായിരുന്നു പ്രതികരണം. കാരണം നേരത്തെ തന്നെ മുകേഷുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അസംതൃപ്തി പാർട്ടിക്കുള്ളിൽ നിലനിന്നിരുന്നു, കൊല്ലത്ത് നിലനിന്നിരുന്നു മനസ്സിലാക്കാം. എന്തായാലും ഈ സമ്മേളനം നടക്കുമ്പോഴും നമുക്ക് അത് മനസ്സിലാകുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഇല്ല എന്നുള്ളതും മനസ്സിലാകുന്നുണ്ട്. എന്തായാലും ഈ ഒരു സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇവിടേക്ക് പ്രതിനിധികൾ എത്തിയിട്ടുണ്ട്, മന്ത്രിമാരടങ്ങുന്ന, അതോടൊപ്പം നേതാക്കളൊക്കെ എത്തിയിട്ടുണ്ട്. EP ജയരാജനടക്കം ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിലൊക്കെ ഓരോരുത്തരും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പലരും നമുക്ക് പ്രതീക്ഷിക്കാം ഇത്തവണ പല വിമർശനങ്ങളും സമ്മേളനത്തിനുള്ളിൽ ഉയർന്നേക്കും. അതോടൊപ്പം തന്നെ പ്രായപരിധിയുടെ കാര്യത്തിൽ പലതരത്തിലുള്ള ചർച്ചകൾ ഉണ്ടാകും. കാരണം 75 വയസ്സാണ് പ്രായപരിധി നിശ്ചയിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം തന്നെ സംസ്ഥാന സെക്രട്ടറി അടക്കം വ്യക്തമാക്കിയിരുന്നു ഇക്കാര്യം. ആ ഒരു പശ്ചാത്തലത്തിൽ ഇനി 75 വയസ്സ് കഴിഞ്ഞ നേതാക്കൾ ഇനി തുടരില്ല എന്നുള്ളതാണ്. അതിൽ തന്നെ പ്രധാനമായും PK ശ്രീമതി, അതോടൊപ്പം തന്നെ ആനാവൂർ, അതോടൊപ്പം AK ബാലൻ എന്നിവർക്കൊക്കെ തന്നെ ഇത്തരത്തിൽ ഈ ഒരു പ്രായപരിധിയുടെ കാര്യം വരുമ്പോൾ അവർ ഒഴിവാകേണ്ടി വരുമെന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ സംസ്ഥാന സമിതിയിൽ നിന്നും പലരും ഒഴിവാക്കണം. ഈ ഒരു ഒഴിവിലേക്ക് പുതുമുഖങ്ങളെ കൊണ്ടുവരാനുള്ള ഒരു ശ്രമമുണ്ട്. ഏതായാലും ഇപ്പോൾ ഈ ഒരു സമയവുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്
പലതരത്തിലുള്ള വിമർശനങ്ങൾ, അതായത് ഈ ഒരു റിപ്പോർട്ടും അതോടൊപ്പം തന്നെ നയരേഖയും അവതരിപ്പിക്കുമ്പോൾ വിമർശനം ഉയർന്നേക്കാമെന്നുള്ളത് തന്നെയാണ്. കാരണം ജില്ലാ സമ്മേളനങ്ങളിലൊക്കെ ഉയർന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. അതോടൊപ്പം തന്നെ നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ കൊല്ലം ജില്ലയിലെ CPM-ന്റെ നേതാവായിട്ടുള്ള സൂസൻ കൂടി ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് തന്നെയാണ്, കുറച്ച് മാസങ്ങൾക്ക് മുൻപ് തന്നെയാണ് കരുനാഗപ്പള്ളിയിലടക്കം വലിയ തരത്തിലുള്ള വിഭാഗീയത പൊട്ടിപ്പുറപ്പെട്ടത്. പ്രത്യക്ഷ സമരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങി. പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് അടക്കം പ്രതിഷേധവുമായി പ്രവർത്തകരെത്തി. അത്തരത്തിലൊരു വിവാദം അല്ലെങ്കിൽ അത്തരത്തിലൊരു പ്രതിഷേധം അലയടിച്ച സമയത്ത് പാർട്ടി അവിടെ പ്രതിസന്ധിയിലായി എന്നുള്ള കാര്യമാണ്. ആ സമയത്തൊക്കെ തന്നെ നമുക്ക് കാണാൻ സാധിച്ചു. സംസ്ഥാന സെക്രട്ടറിക്ക് അടക്കം ഇവിടേക്ക് നമ്മളോട് PK ശ്രീമതി ചേരുകയാണ്. ഈ ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കുമ്പോൾ, അതായത് പ്രായപരിധി എന്നുള്ള ഒരു ചർച്ച കുറച്ച് ദിവസമായി തന്നെ അങ്ങനെ തുടരുകയാണ്. അങ്ങനെയെങ്കിൽ ഈ ഒരു സമ്മേളനം എന്താണ് ഇത്രയെല്ലാം വലിയൊരു അത്ഭുതത്തോടുകൂടി ഇത് ചോദിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് തീരുമാനമെടുത്തിട്ട് കുറേ ആയല്ലോ. കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിന്റെ സമയത്തെ ഈ തീരുമാനമുണ്ട്. അങ്ങനെ ഒരു പുതിയൊരു തീരുമാനമായിട്ടല്ല ഇത് വരുന്നത്. കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിന്റെ സമയത്ത് തന്നെ ഇത്തരം തീരുമാനങ്ങൾ പാർട്ടി എടുത്തിട്ടുണ്ട്. പല തീരുമാനങ്ങളുടെ കൂട്ടത്തിലൊന്നാണിത്. തീർച്ചയായിട്ടും അതെല്ലാം പാർട്ടിക്ക് വളരെയേറെ ഗുണം ചെയ്യും എന്നുള്ള അഭിപ്രായത്തിലാണ് ആ തീരുമാനം എടുക്കുന്നത്. ഇനി പുതുമുഖങ്ങൾ വരട്ടെ എന്നാണ്. പിന്നെ തീർച്ചയായിട്ടും സംഘടനാ റിപ്പോർട്ടിനെ കുറിച്ച് ചോദിക്കാൻ കഴിയുമോ?